വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റ് നൊമാഡ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് കൊമേഴ്സ് യൂണിറ്റ് 6 ആയ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ കളക്റ്റീവ് ബാർഗെയിനിങ് ആൻഡ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് നെഗോസിയേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ and a group of employees usually represented by a trade union to determine condition of employment. ഇവിടെ എന്താ പറയുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, യൂഷ്വലി അവർ ഓരോ എംപ്ലോയീസും എന്ന് പറയില്ല, ട്രേഡ് യൂണിയൻ ആയിരിക്കും എംപ്ലോയീസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വരിക. സോ ഈ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് എംപ്ലോയറോട്, അതായത് മാനേജ്മെന്റിനോട് അവരുടെ ആവശ്യങ്ങൾ പറയുമല്ലോ, അതായത് വേജസ്, വർക്കിംഗ് കണ്ടീഷൻ, ബെനിഫിറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ടേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. സോ വർക്കേഴ്സിന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ, ഇപ്പോൾ അവർക്ക് സാലറി അല്ലെങ്കിൽ വേജസ് കൂട്ടണം, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിൽ പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓരോ വർക്കേഴ്സുമായിട്ട് പോയി പറയില്ല. അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, ഈ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ട്രേഡ് യൂണിയൻ മാനേജ്മെന്റുമായിട്ട് ഇവിടെ ഡിസ്കഷൻ നടത്തും. സോ അതാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഡിസ്കഷൻ നടത്തി രണ്ട് സൈഡും അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഒരു അഗ്രിമെന്റ് നോർമലി ഉണ്ടാക്കാറുണ്ട്. സോ ഇറ്റ് എയിം ടു റിസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ ഹാർമണി എന്ന് പറയാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് നോക്കാം. ഇംപ്രൂവ് വേജസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്, മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ പീസ്, പ്രൊട്ടക്ട് വർക്കേഴ്സ് റൈറ്റ്സ്, പ്രൊമോട്ട് മ്യൂച്വൽ കോപ്പറേഷൻ, റെഡ്യൂസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ബാർഗൈനിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഫസ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗൈനിങ്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗൈനിങ്ങിനെ തന്നെയാണ് വിൻ ലോസ് ബാർഗൈനിങ് എന്ന് പറയും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ട്രഡീഷണൽ ഫോം ഓഫ് ബാർഗൈനിങ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സീറോ സം ബാർഗൈനിങ്. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വിൻ ലോസ് ബാർഗൈനിങ് ഏതാണ്, സീറോ സം ബാർഗൈനിങ് ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗൈനിങ് ആണ്. ഈ ഒരു ബാർഗൈനിങ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഫോം ഓഫ് ബാർഗൈനിങ് ആണ്. ഇവിടെ ഒരു പാർട്ടിക്ക് ഗെയിൻ ഉണ്ടാവുമ്പോൾ വേറെ പാർട്ടിക്ക് ലോസ് ആവും. മോസ്റ്റ്ലി റിലേറ്റഡ് ടു വേജസ്, ബോണസ് ആൻഡ് ബെനിഫിറ്റ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ. ട്രേഡ് യൂണിയൻ ഡിമാൻഡിങ് ഹയർ വേജസ് വൈൽ മാനേജ്മെന്റ് ട്രൈ ടു മിനിമൈസ് ലേബർ കോസ്റ്റ്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഈ ബാർഗൈനിങ്, കളക്റ്റീവ് ബാർഗൈനിങ് നടക്കുന്നത് വേജസിന് വേണ്ടിയിട്ടാണ്. സോ ട്രേഡ് യൂണിയൻ എംപ്ലോയീസിനെ റെപ്രസെന്റ് ചെയ്ത് ട്രേഡ് യൂണിയൻ വന്ന് പറയാണ് ഹയർ വേജസ് ആവശ്യമാണെന്ന്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് മാനേജ്മെന്റ് എന്തിനാ ട്രൈ ചെയ്യുന്നത്? ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ. സോ മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിൽ വേജസിന് വേണ്ടി ഇവിടെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ഉണ്ടാവുകയാണ്. ഇതിന്റെ അവസാനം എന്ന് പറയുന്നതിൽ ഒരു പാർട്ടിക്ക് ഗെയിനും മറ്റേ പാർട്ടിക്ക് ലോസും ആവും അല്ലേ? മാനേജ്മെന്റ് ട്രേഡ് യൂണിയന്റെ ഡിമാൻഡ് ഓക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ മാനേജ്മെന്റിന് ലോസും ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ എംപ്ലോയീസിന് ഗെയിനും ആണ് ഉണ്ടാവുക. അതാണ് വൺ പാർട്ടി ഗെയിൻ ഈസ് യൂഷ്വലി ദ അതർ പാർട്ടീസ് ലോസ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റീവ് ബാർഗൈനിങ്, വിൻ വിൻ ബാർഗൈനിങ്, ഓൾസോ നോൺ ആസ് കോപ്പറേറ്റീവ് ഓർ വേരിയബിൾ സം ബാർഗൈനിങ്. സോ ഇവിടെ ഇന്റഗ്രേറ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസും, അതായത് മാനേജ്മെന്റും അതുപോലെ തന്നെ എംപ്ലോയീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ട്രേഡ് യൂണിയനും രണ്ടുപേരും ഒരു സൊല്യൂഷനെയാണ് ഫോക്കസ് ചെയ്യുക. രണ്ടുപേർക്കും മ്യൂച്വൽ ഗെയിൻ ഉണ്ടാവുന്ന പോലുള്ള ഒരു സൊല്യൂഷൻ. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ബോത്ത് പാർട്ടീസ് ലുക്ക് ഫോർ സൊല്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് മ്യൂച്വൽ ഗെയിൻ. ഇനി എന്താണ് ഇന്റഗ്രേറ്റീവ് ബാർഗൈനിങ് ഫോക്കസ് ചെയ്യുന്നത്? കോപ്പറേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ മാനേജ്മെന്റും വർക്കേഴ്സും ട്രെയിനിങ് അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും എഗ്രി ചെയ്യണം. സോ നമ്മൾ കറക്റ്റായിട്ട് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ അവർക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ഇവരിങ്ങനെ രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് എഗ്രി ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷന് ഹയർ പ്രോഫിറ്റ് ഉണ്ടാവും. സോ ഹയർ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ നോർമലി വർക്കേഴ്സിന് ബെറ്റർ വേജസ് കിട്ടും. സോ ഇതാണ് മ്യൂച്വൽ ഗെയിൻ അല്ലെങ്കിൽ വിൻ വിൻ ബാർഗൈനിങ് എന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇന്റഗ്രേറ്റീവ് ബാർഗൈനിങ് ആണ്.
പ്രൊഡക്ടിവിറ്റി ബാർഗൈനിങ് എന്ന് പറയുന്നത് വേജസും ബെനിഫിറ്റ്സും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ലിങ്ക്ഡ് ആണെന്നാണ് പറയുന്നത്. സോ വർക്കേഴ്സ് ഇവിടെ അവരുടെ എഫിഷ്യൻസി കൂട്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണ് വെച്ചാൽ മാനേജ്മെന്റ് വർക്കേഴ്സിന് ഹയർ വേജസും ഇൻസെൻറ്റീവ്സും പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. എംപ്ലോയീസ് എഗ്രി ടു ന്യൂ ടെക്നോളജി ഓർ ഫാസ്റ്റ് വർക്കിംഗ് മെത്തേഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ സാലറി ഇൻക്രീസ്. ഇവിടെ എന്താ പറയുന്നത്? പ്രൊഡക്ടിവിറ്റി ബാർഗൈനിങ് എന്ന് പറയുന്നത് ഇവിടെ എംപ്ലോയീസ് പുതിയ ടെക്നോളജീസ് അക്സെപ്റ്റ് ചെയ്യണം, ഓർഗനൈസേഷനിൽ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നത് അക്സെപ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫാസ്റ്റർ വർക്കിംഗ് മെത്തേഡ് കൊണ്ടുവരുന്നത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായിട്ട് മാനേജ്മെന്റ് എംപ്ലോയീസിന് എന്ത് കൊടുക്കുകയാണ്? സാലറി കൂട്ടിക്കൊടുക്കും. സോ ഇതാണ് പ്രൊഡക്ടിവിറ്റി ബാർഗൈനിങ്. നമ്മുടെ വേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് അത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതിനെയാണ് പ്രൊഡക്ടിവിറ്റി ബാർഗൈനിങ് എന്ന് പറയുന്നത്. കമ്പോസിറ്റ് ബാർഗൈനിങ് എന്ന് പറയുന്നത് കവർ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ബിയോണ്ട് വേജസ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ട്രേഡ് യൂണിയൻ ഒരു ആവശ്യമല്ല മാനേജ്മെന്റിന്റെ അടുത്ത് മുന്നോട്ട് വെക്കുക, ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങൾ അവിടെ മാനേജ്മെന്റിനോട് പറയും. ഇൻക്ലൂഡ് ജോബ് സെക്യൂരിറ്റി, വർക്കിംഗ് കണ്ടീഷൻ, സേഫ്റ്റി, പ്രൊമോഷൻ ആൻഡ് ഡിസിപ്ലിൻ. സോ ജസ്റ്റ് കമ്പോസിറ്റ് ബാർഗൈനിങ്ങിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം കൺസെപ്റ്റ് ക്ലിയർ ആവാനായി. യൂണിയൻ നെഗോഷിയേറ്റിംഗ് ഫോർ ബെറ്റർ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആൻഡ് ജോബ് പ്രൊട്ടക്ഷൻ. ഇവിടെ യൂണിയൻ മാനേജ്മെന്റിനോട് പറയാണ് വർക്കേഴ്സിന് ബെറ്റർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വേണം, അതുപോലെ തന്നെ ജോബ് പ്രൊട്ടക്ഷനും വേണം. സോ സേഫ്റ്റിയും വേണം, ജോബ് പ്രൊട്ടക്ഷനും വേണം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് യൂണിയൻ മുന്നോട്ട് വെക്കുന്നത് അല്ലേ. സോ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ട്രേഡ് യൂണിയൻ മാനേജ്മെന്റിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നതിനെയാണ് കമ്പോസിറ്റ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിച്ചാർഡ് ഇ വാൾട്ടൺ ആൻഡ് റോബർട്ട് ബി മക്കേഴ്സ്. സോ ഇവരുടെ തിയറിയിൽ കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ 4 ആയിട്ട് പറയുന്നുണ്ട്. ഓൾറെഡി ഇതിൽ നമ്മൾ ഫസ്റ്റ് 2 ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗൈനിങ്ങും ഇൻ്റഗ്രേറ്റീവ് ബാർഗൈനിങ്ങും അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. സോ പിന്നെ ഇവരുടെ തിയറിയിൽ അവർ പറയുന്ന മറ്റ് 2 ബാർഗൈനിങ് ടൈപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡനൽ സ്ട്രക്ചറിങ്, അതുപോലെ തന്നെ ഇൻട്രാ ഓർഗനൈസേഷണൽ ബാർഗൈനിങ് ആണ്. സോ അതിൽ ആറ്റിറ്റ്യൂഡനൽ സ്ട്രക്ചറിങ് എന്ന് പറയുന്നത് ഇവിടെ 2 പാർട്ടീസും, അതായത് മാനേജ്മെന്റും ട്രേഡ് യൂണിയനും, ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു സ്ട്രക്ചറിങ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. നമ്മുടെ മാനേജ്മെന്റും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ ലീഡറും തമ്മിൽ റെഗുലർ ആയിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, സോ ഇങ്ങനെ റെഗുലർ മീറ്റിംഗ് ഇവർക്കിടയിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ കോപ്പറേഷൻ ഉണ്ടാക്കാനും ഹെൽപ്ഫുൾ ആവും അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് എന്ത് കോൺഫ്ലിക്റ്റിന് പകരം ഒരു കോപ്പറേഷൻ ഉണ്ടാക്കാൻ ഈ ഒരു റെഗുലർ മീറ്റിംഗ് ഹെൽപ്ഫുൾ ആവും. സോ ട്രസ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെഗോസിയേറ്റിംഗ് പാർട്ടീസ് ബിൽഡ് ചെയ്യുന്നതാണ് ആറ്റിറ്റ്യൂഡനൽ സ്ട്രക്ചറിങ്. നെക്സ്റ്റ്, ഇൻട്രാ ഓർഗനൈസേഷണൽ ബാർഗൈനിങ്. Here, union leader balancing demands of senior workers and junior workers before bargaining with management. ഇവിടെ എന്താ പറയുന്നത്? മാനേജ്മെന്റിനോട് ബാർഗൈനിങ് ചെയ്യുന്നതിന് മുമ്പ് യൂണിയനിൽ ഒരു തീരുമാനമാണല്ലേ. സോ എംപ്ലോയീസിനിടയിൽ തന്നെ ഒരുപാട് ഡിമാൻഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ സീനിയർ വർക്കേഴ്സ് പറയും അവർക്ക് പെൻഷൻ ആണ് ആവശ്യം, സോ അത് റിലേറ്റഡ് ആയിട്ട് മാനേജ്മെന്റിനോട് പോയി സംസാരിക്കണമെന്ന്. ജൂനിയർ വർക്കേഴ്സ് എന്താ പറയാ, അവർക്ക് ഇമീഡിയറ്റ് സാലറി ഇൻക്രിമെന്റ് ആയിരിക്കും അവർ ആവശ്യപ്പെടുന്നത്. സോ യൂണിയൻ ലീഡർ മാനേജ്മെന്റിനോട് പോയി സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്കിടയിൽ എന്താണ് മാനേജ്മെന്റിന്റെ അടുത്ത് പോയി സംസാരിക്കേണ്ടത് എന്നൊരു ധാരണയിൽ എത്തണം. സോ ഇതാണ് ഇൻട്രാ ഓർഗനൈസേഷണൽ ബാർഗൈനിങ്. ഇൻട്രാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ, അതായത് യൂണിയന്റെ ഉള്ളില് ഡിമാൻഡുകളിൽ ഏതാണ് മാനേജ്മെന്റിന്റെ അടുത്ത് പോയി സംസാരിക്കേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കണം. നെക്സ്റ്റ് ടോപ്പിക്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ management, which means involving employees in decision making process of an organization. ഇവിടെ എന്താ പറയുന്നത്, നോർമലി ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യം, അതായത് ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. സോ ഹിയർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്
എംപ്ലോയീസിന് കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ഡിസിഷൻ മേക്കിങ്ങിന്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ WPM എന്ന് പറയുന്നത്. എന്താണ് WPMന്റെ ഗോൾ? ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കാം. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഡെവലപ്പ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രൊമോട്ട് കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യുക. സോ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതിനെയാണ്. അത്രയേ ഉള്ളൂ. ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് നോക്കാം. സോ ഫസ്റ്റ് വൺ, വർക്കേഴ്സ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, required in organization with 100 or more workers. Purpose എന്താണ്? Promote good relations between workers and management. Next one, joint management councils, JMC, introduced in 1958 industrial policy. Representatives of workers and management discuss issue like productivity, welfare, training. ഷോപ്പ് കൗൺസിൽസ് ആൻഡ് യൂണിറ്റ് കൗൺസിൽസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1975 സ്കീം ഇൻ പബ്ലിക് സെക്ടർ. ഇവിടെ ഷോപ്പ് കൗൺസിലും ഉണ്ട്, യൂണിറ്റ് കൗൺസിലും ഉണ്ട്. ഷോപ്പ് കൗൺസിൽ എന്ന് പറയുമ്പോൾ അതായത് എംപ്ലോയീസും അതുപോലെ തന്നെ മാനേജ്മെന്റ് റെപ്രസെൻറ്റേറ്റീവ്സും ഡിപ്പാർട്ട്മെന്റ് ലെവൽ അല്ലെങ്കിൽ ഷോപ്പ് ലെവലിലായിട്ടുള്ള ഇപ്പം നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ, ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡെയിലി വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. സോ ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് ഷോപ്പ് കൗൺസിൽസ് എന്ന് പറയുന്നത്. യൂണിറ്റ് കൗൺസിൽസ് എന്ന് പറയുമ്പോൾ അറ്റ് എന്റർപ്രൈസ് ലെവൽ, അത് ഹോൾ ഫാക്ടറി അല്ലെങ്കിൽ ഹോൾ ഓർഗനൈസേഷൻ ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് യൂണിറ്റ് കൗൺസിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വർക്കർ ഡയറക്ടേഴ്സ് ഓൺ ബോർഡ്. ഇവിടെ എന്താ പറയുന്നത്? വൺ ഓർ മോർ വർക്കേഴ്സ് ആർ സെലക്ടഡ് ടു റെപ്രസെന്റ് എംപ്ലോയീസ് അറ്റ് ദ ടോപ്പ് മാനേജ്മെന്റ് ലെവൽ. ഇവിടെ ടോപ്പ് മാനേജ്മെന്റ് ലെവലിൽ സോ എംപ്ലോയീസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കുറച്ച് പേരിനെ സെലക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ, ക്വാളിറ്റി സർക്കിൾ. ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ തന്നെ ഒരു ചെറിയ ഗ്രൂപ്പാണ്. ഇവർ റെഗുലർ ആയിട്ട് മീറ്റ് ചെയ്യും, അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് അവിടെ ഡിസ്കസ് ചെയ്യും. സോ എന്നിട്ട് ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത ശേഷം എല്ലാവരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അറ്റ് ലാസ്റ്റ് ഐഡൻറ്റിഫൈ ആൻഡ് സോൾവ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ്. സോ ഇന്ന് കളക്റ്റീവ് ബാർഗൈനിങ് അതുപോലെ തന്നെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.